അർജുനായുള്ള രക്ഷാദൌത്യം നിർണായക ഘട്ടത്തിൽ ഐബോട്ട് ഡ്രോണിന്റെ ബാറ്ററികൾ ശിരൂരിലെത്തിച്ചു. പുഴയിൽ സ്കൂബ ടീമിന്റെ തെരച്ചിൽ. വെല്ലുവിളിയായി പുഴയിലെ അടിയൊഴുക്കും ഇടവിട്ടുള്ള മഴയും. സൈബർ ആക്രമണത്തിനെതിരെ പരാതി നൽകി അർജുന്റെ കുടുംബം. NTUC നേതാവ് രാമഭദ്രൻ കൊലക്കേസിൽ 14 പേർ കുറ്റക്കാരെന്ന് കോടതി. പ്രതികളെല്ലാം CPM പ്രവർത്തകർ. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമടക്കം 4 പേരെ വെറുതെ വിട്ടു. ശിക്ഷാവിധി ഈ മാസം 30-ന്. തിരുവനന്തപുരം ടെക്നോ സിറ്റിയിൽ ഭീതി പരത്തിയ കാട്ടുപോത്തിനെ മയക്കുവെടിവെച്ചു. വെടിവെച്ചത് പിരപ്പൻകോട് ജനവാസ മേഖലയിൽ നിന്ന്. ടെക്നോ സിറ്റി പ്രദേശത്തെ കാട് വൃത്തിയാക്കുമെന്ന് മന്ത്രി GR അംഗനി. കോഴിക്കോട് അമീബിക് മസ്തിഷ്കജ്വരം സംശയിക്കുന്ന 2 കുട്ടികളുടെയും ആരോഗ്യനിലയിൽ പുരോഗതി. കുട്ടികൾ മരുന്നുകളോട് പ്രതികരിക്കുന്നുവെന്ന് ഡോക്ടർമാർ. അന്തിമ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. മലപ്പുറത്തെ നിപ ബാധയിൽ സമ്പർക്ക പട്ടികയിലുള്ള 16 പേരുടെ ഫലം കൂടി നെഗറ്റീവ്. പദവിയേക്കാൾ വലുത് രാജ്യമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. കമലാ ഹാരിസിനെ സ്ഥാനാർത്ഥിയാക്കിയത് ജനാധിപത്യം സംരക്ഷിക്കാൻ, രാജ്യത്തെയും പാർട്ടിയും ഒരുമിപ്പിക്കാനാണ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതെന്നും ബൈഡൻ. പാരീസ് ഒളിമ്പിക്സിന് നാളെ തിരിതെളിയും. ആധീനമായ അമ്പെയ്ത്തിൽ പ്രതീക്ഷയോടെ ഇന്ത്യ. ഫുട്ബോളിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ച് മൊറോക്കോ.